മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കുവാൻ കഴിയും എന്ന തെറ്റായ സന്ദേശം കൊടുക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. 57 കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഗവൺമെന്റ് രൂപപ്പെട്ടു എന്നുള്ളതിനെ തീർച്ചയായും വിപ്ലവകരമായ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണത് എന്നുണ്ടെങ്കിലും അങ്ങനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന ചെങ്കൊടി അതേ മാർഗത്തിൽ കൂടി ചെങ്കോട്ടയിലും ഉയരും എന്ന് തെറ്റായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത്തരം പ്രചാരം നടത്തിക്കൊണ്ട് വാസ്തവത്തിൽ പിന്നീട് റിവിഷനിസ്റ്റായി മാറിയ CPIയുടെ വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയാക്കി മാറ്റി. അതിനെതിരെ പൊരുതി ആ പോരാട്ടത്തിൽ കൂടിയാണ് CPIM പിറന്നു വീണത്. എന്നാൽ ഇന്ന് CPIM ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്നുള്ളത് അതിന് ട്രേഡ് യൂണിയനോ കിസാൻ സഭയോ യുവജന വിദ്യാർത്ഥി മഹിളാ വിഭാഗങ്ങളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല, ആ രംഗത്ത് ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. മറിച്ച് അവിടെ നടത്തുന്ന പ്രവർത്തനം പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പ് വിജയം ലാക്കാക്കിക്കൊണ്ട് മാത്രം സംവിധാനം ചെയ്യുകയും അതല്ലാതെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ തൊഴിലാളികളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിനെ വികസിപ്പിച്ചെടുക്കണമെന്നും കിസാൻ സഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കർഷക ജനകോടികളുടെ പൊതുവേദിയായി അത് മാറണമെന്നും അങ്ങനെ വർഗൈക്യം വിപുലമാകുന്ന തോതനുസരിച്ച് മൂലധനവുമായി കൂടുതൽ ഫലപ്രദമായി ഏറ്റുമുട്ടാനും ഫ്യൂഡൽ ശക്തികളുമായി കൂടുതൽ ഫലപ്രദമായി ഏറ്റുമുട്ടാനും ആ ഏറ്റുമുട്ടൽ മൂലധന ശക്തികളെയും ഫ്യൂഡൽ ശക്തികളെയും കീഴ്പ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള ജനശക്തിയായി വളർത്തിക്കൊണ്ടുവരുവാനും കഴിയണം എന്നുള്ള അതിനാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ള പേര് 64 പാർട്ടി അതിന്റെ പരിപാടിയിൽ വിപ്ലവത്തിന് നൽകിയത് എന്നുള്ളത് സ്മരിക്കേണ്ടതുണ്ട്. 60കളിലെ 70കളുടെ അവസാനം വരെ 79 വരെ അതിന് തൊട്ടുമുമ്പ് ഒരു 10-18 വർഷക്കാലം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്ന കോൺഗ്രസ് കാര്യമായി പരാജയപ്പെടാറുണ്ടായി. ലോക്കൽ ബോഡീസിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-നോ അതിന്റെ മുന്നണിക്കോ ലഭിക്കുന്ന വിജയത്തെക്കാൾ കൂടുതൽ വലിയ തോതിലുള്ള വിജയം പഞ്ചായത്തിലേക്കാണെങ്കിലും ശരി, മുൻപ് പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ഗ്രാമപഞ്ചായത്ത് മാത്രം. പിന്നീട് ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ ജില്ലാ കൗൺസിൽ വന്നു. അതിനുശേഷം പിന്നീട് 92-ൽ വന്ന പുതിയ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് അധികാര വികേന്ദ്രീകരണത്തിന്റെ പുതിയ രൂപം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നഗരപാലിക ബില്ലിലൂടെ നഗരപ്രദേശങ്ങളിലേക്കും നഗരത്തിലും പട്ടണങ്ങളിലും ഒക്കെ പ്രത്യേക തരം തെരഞ്ഞെടുപ്പ് സംവിധാനം വന്നത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സന്ദർഭങ്ങളിലുമെല്ലാം ലോക്കൽ ബോഡീസിൽ അസന്നിഗ്ധമായ മേൽക്കൈ ബംഗാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതു മുന്നണിക്കോ ലഭിച്ചു പോന്നിരുന്നു. കാരണം ലോക്സഭ പറയുമ്പോൾ CPM പോലുള്ള കക്ഷിക്ക് ദേശീയ അടിസ്ഥാനത്തിൽ എന്താ പ്രസിദ്ധി? കേരളത്തിലോ ബംഗാളിലോ ഒരു കൊച്ചു സംസ്ഥാനമായിട്ട് കുറച്ചുപേർ മാത്രമുള്ള വലിയ ഭൂപ്രദേശമുള്ള ത്രിപുരയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് ചുരുങ്ങിപ്പോയ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഗൗരവമേറിയ ഒരു റോൾ വഹിക്കാനുണ്ട് എന്ന് ജനങ്ങൾ സാധാരണഗതിയിൽ കരുതാറില്ല. അവിടെ പിന്നെ
രാജ്യത്തിന്റെ സ്ഥിരത, കെട്ടുറപ്പ് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടും വോട്ടർമാരിലെ ബഹുഭൂരിപക്ഷത്തിലും ഇപ്പോഴും നിലനിൽക്കുന്ന ജാതിയുടെയും സമുദായത്തിന്റെയും മത പൗരോഹിത്യ ശക്തികളുടെ സ്വാധീനത്തിന്റെയും ഒക്കെ തോത് സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടും തുടർച്ചയായി വലിയ തോതിൽ കോൺഗ്രസും ഇടയ്ക്കിടയ്ക്ക് BJPയും ആണ് പ്രധാനമായി അരങ്ങ് തകർത്ത് രംഗത്തേക്ക് വരാറുള്ളത്. എന്നാൽ CPM അതുപോലുള്ള പാർട്ടികൾ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ലോക്കൽ ബോഡീസിൽ കണ്ണടച്ചു പറയുവാൻ കഴിയുമായിരുന്നു അവർക്ക് തൂത്തുവാരിയുള്ള വിജയം ലഭിക്കും എന്ന്. ഇപ്രാവശ്യവും അങ്ങനെ പ്രതീക്ഷയാണ് അച്യുതാനന്ദൻ തുടങ്ങിയ ആളുകൾ പുലർത്തിയിരുന്നതെന്ന് വേണം. വാസ്തവത്തിൽ സംസ്ഥാന ഭരണത്തിന്റെ പൂർണ്ണമായൊരു വിലയിരുത്തലാണോ ലോക്കൽ ബോഡീസിൻ്റെത്? അല്ല. എന്നാൽ സംസ്ഥാന ഭരണത്തെയുള്ള ജനങ്ങളുടെ പ്രതികരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? തീർച്ചയായും പ്രതിഫലിക്കും. പക്ഷെ നിർണായകമായ സ്വാധീനം അതായിരിക്കില്ല. കേന്ദ്ര UPA സർക്കാരിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധവും വെല്ലുവിളിയുമാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യം? തീർച്ചയായിട്ടും പ്രതിഫലിക്കും. പക്ഷെ മുഖ്യം അതല്ല. മുഖ്യം അധികാര വികേന്ദ്രീകരണത്തിന്റെയും പ്രാദേശികമായ വികസന പ്രശ്നങ്ങളുടെയും ജനങ്ങൾക്ക് അടുത്തറിയാൻ കഴിയുന്ന അടിയന്തര ആവശ്യങ്ങളുടെയും ഒക്കെ വിഷയങ്ങൾ മുൻനിർത്തി തങ്ങളെ പ്രതിനിധീകരിക്കുന്ന 1000 പേരുള്ള ഒരു വാർഡ് അല്ലെന്നുണ്ടെങ്കിൽ 2000 പേരോ അതിലധികമോ ഉള്ള ഏത് തലത്തിലുള്ള സമിതിയാണോ അവിടെ തങ്ങളെ പ്രതിനിധീകരിക്കാൻ വരുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ജനപക്ഷത്ത് നിൽക്കുന്നതും സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും അഴിമതിക്കാരനല്ലാത്ത മികച്ച പ്രതിച്ഛായയുള്ള ഒരാളും എന്നൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനത്തിൽ കൂടി ജനഹൃദയങ്ങളിൽ ജനമനസ്സിൽ സ്ഥാപിച്ചെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഉള്ളത് കൊണ്ട് ലോക്കൽ ബോഡീസിൽ വരുമ്പോ വലിയ രാഷ്ട്രീയ നയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഈ സഖാവാണ് എന്നാ സഖാവിന് വോട്ട് ചെയ്യാം എന്ന തരത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു പതിവാണ് ഈ കേരളത്തിലും ഒക്കെ ഇത്രയും കാലം നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോ കോൺഗ്രസിനെ മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാരെ ലോക്കൽ ബോഡീസിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട് മാച്ച് ചെയ്യാൻ കഴിയുന്ന മികച്ച വ്യക്തിത്വത്തിന്റെ, വ്യക്തിശുദ്ധിയുടെ, സമൂഹത്തോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ ഒക്കെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോട് അല്ലെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകരോട് കിടപിടിക്കുവാൻ കഴിയുന്ന അധികം ആളിനെ ഒന്നും കാണിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ട്? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ പൊതുവിൽ ജനങ്ങൾക്ക് വേണ്ടി ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ഏതെല്ലാം തരത്തിൽ അവരോടൊപ്പം നിന്ന് അവരുടെ ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അവരോടൊപ്പം നിന്ന് അവരുടെ മുൻപിൽ നിന്ന് അവരിൽ ഒരുവനായി, അവരെ നയിക്കുന്നവനായി, അവരുടെ വിശ്വാസം ആർജിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള പ്രതിച്ഛായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ആർജിച്ചതുകൊണ്ടാണ് മുമ്പൊക്കെ ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ നിയമസഭയിൽ തോറ്റാലും കൊള്ളാം, ലോക്സഭയിൽ തോറ്റാലും കൊള്ളാം, ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ ജയിച്ചു പോന്നിരുന്നത്. കോൺഗ്രസുകാരോ ഈ സാമൂഹ്യ പ്രതിബദ്ധത പലർക്കുമില്ല. അവര് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് വ്യക്തിപരമായി എന്ത് നേട്ടം കിട്ടും എന്ന് ചിന്തിക്കുന്നവരായതിനാൽ ആ സ്ഥാനം കിട്ടുമോ പദവി കിട്ടുമോ എന്നുള്ളവരുടെ ഒരു കൂടപ്പിറപ്പ് വികാരം പോലെ അവരെ ഗ്രസിച്ചിരുന്നതിനാൽ സ്വാഭാവികമായി വ്യക്തികൾ തമ്മിലുള്ള കിടമത്സരം, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പുകളുടെ പെരുകലും ഗ്രൂപ്പിസവും തമ്മിലടിയും എല്ലാം ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയുടെ
പ്രവർത്തകർക്ക് അവരുടെ സവിശേഷ ശൈലി കൊണ്ട് സഹജമായ ഒരു സവിശേഷതയായി അത് കാണാൻ കഴിയും. എന്നാൽ അത്തരം കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ മുൻപുണ്ടായിരുന്നില്ല. അവിടെ വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ പ്രസ്ഥാനത്തിന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ അത് അധ്വാനിക്കുന്ന ജനങ്ങളുടെ ആകെ താല്പര്യമാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവ് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കോൺഗ്രസിനും അതുപോലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കും സഹജമായ വ്യക്തി താല്പര്യവും സ്വാർത്ഥ താല്പര്യവും ഓരോ സ്ഥാനങ്ങളും പദവിയും പണവും രാഷ്ട്രീയ പ്രവർത്തനം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന തരത്തിൽ മുമ്പ് കോൺഗ്രസുകാർക്കുണ്ടായിരുന്ന ദുസ്വഭാവം എന്ന് ജനങ്ങൾ കരുതി വിമർശിച്ച എന്തെല്ലാം ദുശീലങ്ങളുണ്ടോ ദുസ്വഭാവങ്ങളുണ്ടോ അതൊക്കെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന വിശേഷിച്ചായി നേതൃത്വം കൊടുക്കുന്ന CPIനുള്ള ആളുകളെയും സംബന്ധിച്ചും ജനങ്ങൾ അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുന്ന പുതിയ സാഹചര്യം വന്നു. അതുകൊണ്ടോ ഇതിനേക്കാൾ ഭേദം കോൺഗ്രസ് ആണല്ലോ എന്ന് തോന്നുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നതിൽ ദുഃഖിതരായിട്ടുള്ള CPIനകത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്ന LDFനകത്ത് ഇപ്പോഴും നിൽക്കുന്ന നിസാരമല്ലാത്ത ഒരു ന്യൂനപക്ഷം ഞാൻ പറയുന്നില്ല, ഒരു ന്യൂനപക്ഷമാണ്. എന്നാൽ അവഗണിക്കാനാവാത്ത നിസാരമല്ലാത്ത ഒരു ന്യൂനപക്ഷം ഈ കുറി വാശിയോടുകൂടി തന്നെ CPIനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഇനി അതിന്റെ പരിശോധനയിൽ കാണാൻ കഴിയും. CPIനെ തോൽപ്പിക്കുന്നതിന് CPMന്റെ അണികളിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് തന്നെ അതിനെ അനുകൂലിച്ചിരുന്നവരിൽ തന്നെ നല്ലൊരു ഭാഗം വാശിപൂർവ്വം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. വാളിംഗ് പെർസെന്റേജ് ലോക്കൽ ബോഡീസിലെ ഇലക്ഷനിൽ ഇത്രയും ഉയർന്ന ഒരു ഘട്ടവും മുമ്പ് ഉണ്ടായിട്ടില്ല. വാശിപൂർവ്വം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് CPM വിട്ടിട്ടൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതുവരെ തിരുത്തണം, CPM ഇത് തിരുത്തണം എന്നുള്ള വാശിയില്ലെങ്കിൽ തിരുത്തുന്നത് വരെ തിരുത്തിക്കും എന്നുള്ള തരത്തിൽ കൂടുതൽ തോൽപ്പിക്കുന്ന ഒരു വലിയ പണി CPMനകത്ത് നന്നായി ഇപ്രാവശ്യം നടന്നു എന്നുള്ളത് ഇനി ഞാൻ കോടിയേരി സംസാരിക്കുന്നത് കേട്ടു. കോടിയേരി പറഞ്ഞു അധികാരം തലയ്ക്ക് പിടിച്ചോ എന്ന് പരിശോധിക്കുന്നു. ഈ തലയ്ക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയുടെ ഏർപ്പാടാണല്ലോ. അധികാരം തലയ്ക്ക് പിടിച്ചോ എന്ന് പാർട്ടി പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? അച്യുതാനന്ദൻ ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞത് ലോക്കൽ ബോഡീസിലേക്കാണെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിലും ജയിക്കും. അപ്പൊ എന്റെ പാർട്ടിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള എന്റെ ഭരണത്തിന് നൽകിയിട്ടുള്ള അംഗീകാരമാണെന്ന് മേഞ്ഞടിച്ച് നടക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ദിവാസ്വപ്നം പോലെ എല്ലാം തകർന്നുപോയി. ലോക്കൽ ബോഡീസിൽ CPIനും ഇടതുപക്ഷ മുന്നണിക്കും സ്വാഭാവികമായി കിട്ടുമായിരുന്ന അപ്പർ ഹാൻഡ് ആ ഘടകം ഇല്ലാതായത് മാത്രമല്ല, അതിനെതിരായി ആ ഘടകം ആക്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള LDFനെതിരായി രേഖപ്പെടുത്തപ്പെട്ട ഭൂരിപക്ഷം വോട്ടുകൾ, LDFന് അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുള്ള ന്യൂനപക്ഷം വോട്ടുകൾ കാണിക്കുന്നതിനേക്കാൾ എത്രയോ കൂടിയ തോതിൽ ആയിരിക്കും നിയമസഭയിലേക്കോ ഒരു ലോക്സഭയിലേക്കോ ഇനി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു പോയിന്ററായിട്ട് ഇത് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പൊ അറിയാം.